നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് പരിശോധിക്കാൻ സർക്കാർ എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചു. MSC കമ്പനിയുടെ നിക്ഷേപത്തിൽ അനുമതി തേടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്ത് കൈമാറിയ അദാനി പോർട്ട്. ഓഹരി കൈമാറ്റം കേരള താൽപര്യത്തിന് വിരുദ്ധമെന്ന് പിണറായി വിജയൻ. VD സതീശനുമായുള്ള ഡീലിന്റെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED. ഹാജരാകാൻ നോട്ടീസ് അയക്കും. ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA-യുടെ അക്കൗണ്ട് വിവരങ്ങളുടെ പരിശോധനയും ഉടൻ. വധഭീഷണിയുണ്ടെന്ന് കുംഭമേള വൈറൽ താരവും ഭർത്താവും. നേരെ കണ്ടാൽ വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണി. തങ്ങൾ കേരളത്തിലായതുകൊണ്ടാണ് സുരക്ഷിതരായിരിക്കുന്നതെന്നും ഇരുവരും ന്യൂസ് 8-നോട്. ഫർമാന് സാവകാശം നൽകാതെ ഹൈക്കോടതി. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ സാവകാശമില്ല. 2 ആഴ്ച വേണമെന്ന ആവശ്യം തള്ളി. വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂർ. നരേന്ദ്രമോദിക്ക് ദീപിക ലേഖനത്തിൽ വാനോളം പുകഴ്ത്തൽ. മോദി ഭരണത്തിൽ സാമ്പത്തിക നവീകരണത്തിലും വികസനത്തിലും അമ്പരപ്പിക്കുന്ന പുരോഗതി. 140 കോടി ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഭരണമികവെന്നും തരൂർ. ഭരണഘടനാ ഭേദഗതിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി 30 ദിവസം തുടർച്ചയായി തടവിലാക്കപ്പെട്ടാൽ നിർണായക നടപടി. പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പുറത്താക്കാം. ജൂലൈ 17-ന് JPC-യുടെ അംഗീകാരം ബിൽ ലഭിക്കുന്ന വിവരം. എതിർപ്പുമായി പ്രതിപക്ഷം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രതികളെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയതായി സർക്കാർ ഹൈക്കോടതിയിൽ. ഉത്തരവ് ഹാജരാക്കാൻ 2 ദിവസത്തെ സാവകാശം തേടി. R ചന്ദ്രശേഖരനെയും K രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാം. പരാതിക്ക് പിന്നിൽ സംഘടനയ്ക്കുള്ളിലെ തർക്കമെന്ന് ചന്ദ്രശേഖരൻ. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റായി സർക്കാർ അട്ടിമറി ആരോപണം. DMK-യെ വെട്ടിലാക്കി സെന്തിൽ ബാലാജിയുടെ പങ്കാളിത്തം. 35 കോടി കോഴ ആരോപണത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന നീക്കം. US ഇറാൻ ചർച്ചകൾ തുടരുമെന്ന് പാകിസ്ഥാൻ. ദോഹയിലെ പരോക്ഷ ചർച്ച വിജയകരം. അടുത്ത ഘട്ടം ഖമനേയിയുടെ സംസ്കാരത്തിന് ശേഷമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം. കരാർ ലംഘനം റിപ്പോർട്ട് ചെയ്യാൻ US-ഉമായി നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം ഒരുക്കുമെന്ന് ഇറാൻ. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ വിപുലമാക്കാൻ ഇറാൻ. 5 നഗരങ്ങളിലായി 6 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ. ടെഹ്റാൻ നഗരവീഥികളിലൂടെ വിലാപയാത്ര. 2 കോടി ജനങ്ങളെയും 90 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളെയും പ്രതീക്ഷിച്ച് ഇറാൻ. നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ പോലീസ്. നടപടി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം. കേസെടുത്തത് ജിഹാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ. അയോധ്യ തട്ടിപ്പ് CBI-ക്ക് വിടുന്നത് പരിഗണിച്ച് UP സർക്കാർ. കാണിക്ക എണ്ണുന്ന ചുമതലയുള്ള കമ്പനിയിലേക്കും അന്വേഷണം. ട്രസ്റ്റ് പുനഃസംഘടന സംബന്ധിച്ച് RSS BJP നേതൃത്വങ്ങൾ തമ്മിൽ ചർച്ച. ചമ്പത്രയെ പിന്തുണച്ചൊരു വിഭാഗം. ഇംഗ്ലണ്ടും ബെൽജിയവും ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. കോങ്കോയെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് ഹാരി കെയ്ന്റെ ഇരട്ട ഗോൾ മികവിൽ. 2 ഗോളിന് പിന്നിലിന് ശേഷം സെനഗലിനെ വീഴ്ത്തി ബെൽജിയം. ബോസ്നിയെ തോൽപ്പിച്ച USA മുന്നോട്ട്. വിഴിഞ്ഞം തുറമുഖത്തെ MSC കമ്പനിയുടെ സ്വകാര്യ നിക്ഷേപത്തിൽ സർക്കാർ അനുമതി തേടി അദാനി പോർട്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്ത് കൈമാറി. അതേസമയം ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് പരിശോധിക്കാൻ സർക്കാർ എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചു. അതേസമയം ഓഹരി കൈമാറ്റം കേരള താൽപര്യത്തിന് വിരുദ്ധമെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയില്ലാതെ എങ്ങനെ നീക്കം നടന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് MSC കമ്പനി നടത്താൻ പോകുന്ന നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചോദ്യോത്തരങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് കൈമാറിയിരിക്കുന്നത്. ഈ കരാറിൽ ഏർപ്പെടുന്നതിന് അനുമതി തേടിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനത്തിന് വേണ്ടി, അതായത് ഇത്തരത്തിൽ നിക്ഷേപം നടത്താൻ MSCയെ അനുവദിച്ചാൽ അത് ഉണ്ടാക്കാൻ ഇടയുള്ള
മറ്റ് വികസന സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും പഠിക്കാനൊരു എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സഭയിൽ ഉന്നയിച്ച അതേ ആശങ്കകൾ തന്നെ പ്രതിപക്ഷം വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമായിട്ടാണ് എന്ന് തന്നെയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ളൊരു നീക്കത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയാണ്. ഇതിന് പിന്നിൽ മറ്റ് ചില അജണ്ടകളുണ്ട് എന്നാണ് LDFിൻ്റെ ആക്ഷേപം. കഴിഞ്ഞ ദിവസം സഭയിലും അക്കാര്യം അവർ പങ്കുവച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് വികസനം അനുവദിക്കില്ല എന്ന നിലപാടിലാണ് LDF. അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഓഹരികൾ, അതായത് 13,220 കോടി രൂപയുടെ ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. നമ്മുടെ കൺസെഷൻ എഗ്രിമെൻ്റ് പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ക്ലോസ് 5(3) പ്രകാരം അത്തരമൊരു കൈമാറ്റത്തിന് കേരള സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. അതേസമയം പ്രാഥമികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഈ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് അദാനി ഗ്രൂപ്പ് നൽകുന്ന സൂചനകൾ. സെബിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അനുമതി ലഭിച്ചതിന് പിന്നാലെ അത് പരസ്യപ്പെടുത്തുകയാണ് ചെയ്തത്. സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായാണ് പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ കത്ത് കൈമാറിയിരിക്കുന്നത്. സർക്കാർ അതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയാൽ അപ്പോഴും കാര്യങ്ങൾ പൂർത്തിയാകുന്നില്ല. അവിടെ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങണം. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൂടി വാങ്ങിയാൽ മാത്രമേ ഏതാണ്ട് ഒരു 6 മാസം വരെ, 3 മാസം മുതൽ 6 മാസം വരെ സമയപരിധിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ നിക്ഷേപം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയുള്ളൂ. ഇപ്പോൾ ഉയർന്നു വരുന്ന ആശങ്കകൾ അത് കൃത്യമായി പരിഹരിക്കുന്നതിനുള്ള, അതിൽ വ്യക്തത വരുത്തുന്നതിനുള്ള നീക്കങ്ങൾ അദാനി ഗ്രൂപ്പും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ അതിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ, അതായത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് എന്താകും എന്നതും പ്രസക്തമായ ഒരു കാര്യമാണ്. അടുത്തിടെ ഉണ്ടായ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലും പാർട്ടിയും മുഖ്യമന്ത്രിയും 2 ദിശകളിൽ അഭിപ്രായം പറയുന്നത് കണ്ടതാണ്. സമാനമായ തരത്തിൽ വിഴിഞ്ഞത്തെ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്ത് നിലപാടെടുക്കും എന്നതും ശ്രദ്ധേയമായി മാറുകയാണ് ഈ ഘട്ടത്തിൽ. വിഴിഞ്ഞം പദ്ധതിയുടെ ഷെയർ MSC കൈമാറാനുള്ള തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാവാനിടയില്ലെന്ന് MV ഗോവിന്ദൻ. VD സതീശനുമായുള്ള ഡീലിന്റെ ഭാഗമായി എന്തും തീരുമാനിക്കാമെന്ന് അദാനി കരുതുകയാണ്. 25%-ലധികം ഷെയർ വിൽക്കുന്നതിൽ സതീശൻ മറുപടി പറയണം. കുത്തകവൽക്കരണം അനുവദിക്കില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതിയെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ കമ്പനിക്ക് MSCക്ക് അവരുടെ ഷെയറിൻ്റെ 49% അദാനി കൈമാറാൻ തീരുമാനിച്ച വലിയ ഗൗരവമുള്ളൊരു പ്രശ്നം കേരളത്തിൻ്റെ മുമ്പിൽ വന്നു ചേർന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ കാര്യം അറിയില്ല എന്നാണ്. അദാനിയുമായി ബന്ധപ്പെട്ട് തന്നെ ബാംഗ്ലൂർ യാത്ര സംഘടിപ്പിച്ച വിവിധ ഡീലുകൾ അതിൻ്റെ തുടർച്ചയിൽ വൈറ്റ് പേപ്പർ ഉൾപ്പെടെ കൂട്ടിച്ചേർത്ത സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രത്യേക നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് പത്രങ്ങളിലൂടെ മാത്രമേ ഈ കാര്യം മനസ്സിലാക്കാനായിട്ടുള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് സാധാരണ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ സാധിക്കുന്നതോ ഉൾക്കൊള്ളാൻ കഴിയുന്നതോ ആയ ഒന്നല്ല. അത് ശരിയാവാനിടയില്ല. ഇനിയിപ്പോഴും 25% ഷെയർ മാറ്റാൻ ഗവൺമെൻറ് സമ്മതം വേണം എന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ VD സതീശൻ ഈ 25%-ലധികം ഷെയർ വിൽക്കുന്നതിന് മാറ്റുന്നതിന് അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയണം. വിഴിഞ്ഞം തുറമുഖ ഭൂമി അന്യാധീനപ്പെട്ടു പോകരുതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംസ്ഥാന സർക്കാർ അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും താൻ വിശ്വസിക്കുന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കേരള ഗവൺമെൻറ് അറിയണം, ഇന്ത്യ ഗവൺമെൻറ് അറിയണം. കേരള ഗവൺമെൻറ്റിന് കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഞാൻ ആ സ്റ്റാൻഡ് തന്നെ പൂർണ്ണമായി വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാനത്തെ ഗവൺമെൻറ് കൂടി അറിയാതെ, ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് യഥാർത്ഥത്തിന് അതിന് ചുറ്റുവട്ടത്തുള്ളത്. ഇവിടെ കോവളം പ്രോജക്റ്റിന് അതിൻ്റെ ആദ്യത്തെ ഡയർ ബോർഡിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാനും.
നമ്മളുടെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ചെയർമാനും ഞങ്ങൾ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ് ആളുകളും അങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. കാരണം ഈ ഭൂമി അന്യാധീനപ്പെട്ടു പോകരുത്. അത് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് സംസ്ഥാന ഗവൺമെൻറ് അറിയണം, അതോടൊപ്പം ഇന്ത്യ ഗവൺമെൻറ്റും അറിയണം. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ ഭർത്താവ് മുഹമ്മദ് ഫർഹാൻ തിരിച്ചടി. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സാവകാശം വേണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ചിൻ്റെതാണ് നടപടി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, നേരത്തെ 1 മാസത്തെ ഒരു കാലാവധി ഹൈക്കോടതി നൽകിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ് കോടതിയുടെ പുതിയ ഉത്തരവ്? രഞ്ജിത്ത്, നേരത്തെ കോടതി നൽകിയത് ട്രാൻസിറ്റ് ബെയിലാണ്. അത് പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള സാവകാശം, അതല്ലെങ്കിൽ അവർക്ക് മുൻകൂർ ജാമ്യം തേടാനുള്ള, മറ്റൊരു സംസ്ഥാനത്ത് നിന്നും മുൻകൂർ ജാമ്യം തേടാനുള്ള സാവകാശം, അതിനിടയിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പാണ് ഈ 1 മാസം കൊണ്ടുണ്ടായിരുന്നത്. ഈ 1 മാസം ട്രാൻസിറ്റ് ബെയിലിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. വീണ്ടും 2 ആഴ്ചത്തേക്ക് അത് നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇന്നലെയാണ് ഈ ഫർമാൻ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ഇത് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചത്. എന്തായാലും ഹൈക്കോടതിയുടെ വിധി ഫർമാന് തിരിച്ചടിയായിരിക്കുകയാണ്. അടിയന്തരമായി മധ്യപ്രദേശ് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ട്രാൻസിറ്റ് ബെയിൽ ഇനി നീട്ടാനാകില്ല, അത് മുൻകൂർ ജാമ്യം നേടാനുള്ള കാലപരിധി അല്ല എന്നുള്ള കാര്യമാണ് കോടതി വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ട്രാൻസിറ്റ് ബെയിലിന്റെ കാലാവധി സാധാരണയായിട്ട് ദിവസങ്ങളോളം, ആഴ്ചകളോളം ഒക്കെ ഹൈക്കോടതി തീരുമാനിക്കുകയാണ്. കോടതിയുടെ പരിധിയിൽ അതിന്റെ തീരുമാനം വരികയാണ് ചെയ്തത്. അതേസമയം മധ്യപ്രദേശ് പോക്സോ കോടതിയിൽ ഫർമാന്റെ എതിരെയുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് കാട്ടി മൊണോലിസയുടെ പിതാവ് നൽകിയിരുന്ന ഹർജിയിലാണ് മധ്യപ്രദേശ് പോക്സോ കോടതി ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ ഫർമാന്റെ തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ എന്തായാലും മധ്യപ്രദേശ് കോടതിയുടെ നീക്കം തന്നെയാണ് ഇവിടെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള 1 മാസത്തെ സാവകാശം കോടതി നൽകിയിരുന്നു. ട്രാൻസിറ്റ് ബെയിൽ മുഖേന 1 മാസത്തെ സാവകാശം കോടതി നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതും ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അങ്ങനെ സാഹചര്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ അതിനുള്ള സാവകാശം മധ്യപ്രദേശ് പോലീസ് നൽകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. എന്തായാലും മധ്യപ്രദേശ് കോടതിയെ സമീപിക്കാനുള്ള സാവകാശം ഇല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ്. അതാണ് അതിനനുസരിച്ച് ഫർമാൻ അടിയന്തരമായി മധ്യപ്രദേശ് കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമാണ്. എന്തായാലും രാവിലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിംഗുമായി ബന്ധപ്പെട്ട ഈ ഹൈക്കോടതിയിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഹാജരാകാനുള്ള നീക്കത്തിന് അതിനുള്ള അപേക്ഷ അവർ സമർപ്പിച്ചിട്ടുണ്ട്. അത് നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ മധ്യപ്രദേശിലെ പോകാതെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്തതാണ് എന്നുള്ള ചൂണ്ടിക്കാട്ടിയാണ് പെൺകുട്ടിയുടെ പിതാവ് നൽകിയിരിക്കുന്ന പരാതിയിലാണ് നിലവിൽ പോക്സോ കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അതേസമയം ഇതര മതസ്ഥനെ വിവാഹം കഴിച്ചു എന്നുള്ള പേരിൽ താനും തന്റെ ഭർത്താവ് വധഭീഷണി അടക്കം അനുഭവിക്കുന്നുണ്ട്. മധ്യപ്രദേശ് പോലീസ് ഇവിടെ മഫ്തിയിൽ തുടരുന്നുണ്ട്. അവർ എൻകൗണ്ടർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അവർ നമ്മളോട് സംസാരിച്ചിരുന്നത്. അങ്ങനെയാണ് മൊണോലിസയും ഭർത്താവും ന്യൂസ് 8നോട് സംസാരിച്ചിരുന്നത്. അവരെ മധ്യപ്രദേശ് പോലീസ് ഇവിടുന്ന് പിടികൂടിയാലും അത് മധ്യപ്രദേശ് പോലീസിലുള്ള ആളുകൾ തന്നെ അവരെ അറിയിച്ചിരുന്നതാണ്. അതിലുള്ളവർ തന്നെ അവരെ അറിയിച്ചതാണ്. വല്ല വിധേനയും അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്നുള്ള മെസ്സേജ് അവർക്ക് ലഭിച്ചിരുന്നു. അത് എൻകൗണ്ടർ പ്ലാൻ ചെയ്യുകയാണ് എന്നുള്ള ആശങ്കയും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം വെടിവെച്ച് കൊല്ലും, നേരെ കണ്ടാൽ വെടിവെച്ച് കൊല്ലും എന്നുള്ള മെസ്സേജുകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരം വധഭീഷണികൾ അവർക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. സാമൂഹിക പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ അത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവര് എത്തിപ്പെടുന്നത് അവർ അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഭർത്താവ് ഫർമാൻ ഖാന് എതിരാണ്, അല്ലെങ്കിൽ തിരിച്ചടിയാണ് എന്നുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശരി ആജ്ഞ, മാസപ്പടി കേസിൽ നിർണായക നീക്കങ്ങൾ കുരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL അധികൃതരുടെ ഇപ്പോഴുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് സമൻസ് നൽകാനാണ് നീക്കം. അടുത്ത ആഴ്ച വീണയ്ക്ക് സമൻസ് നൽകിയേക്കുമെന്നാണ് സൂചന. CMRL MD ശശിധരൻ കർത്തയുടെ മകളുടെ ഭർത്താവും നിപുണ കമ്പനി ഡയറക്ടറുമായ അനിൽ ആനന്ദ പണിക്കരെ 2ാം തവണയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRL ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യുന്ന EDയുടെ നടപടികൾ പുരോഗമിക്കുകയാണ്.
കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് CMRL ഉന്നത ഉദ്യോഗസ്ഥരടക്കം പ്രത്യേകിച്ച് ഫിനാൻസ് വിഭാഗത്തിലെ മേധാവികളടക്കം ചോദ്യം ചെയ്യുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള EDയുടെ ഒരു പ്രധാനമായ കണ്ടെത്തൽ അല്ലെങ്കിൽ EDയുടെ ഒരു പ്രധാനപ്പെട്ട നിഗമനം എന്ന് പറയുന്നത് ഇത് കള്ളപ്പണ ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് ED മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ SFIO റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ EDയുടെ അന്വേഷണം ഒന്നുകൂടി വേഗത്തിലാക്കിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ നടപടികളും വേഗത്തിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഏറ്റവും അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ ടിയെയാണ് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് ഇത് രണ്ടാം വട്ടവും മൂന്നാം വട്ടവുമായിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം CMRL ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ അടക്കം ചോദ്യം ചെയ്യലിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് ഇപ്പോൾ ഹാജരായിരിക്കുന്നത് ഈ CMRL കമ്പനിയുടെ തന്നെ ഒരു ഉപകമ്പനി എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന നിപുണ എന്ന കമ്പനി. അതിൻ്റെ ഒരു ഡയറക്ടർമാരിൽ ഒരാൾ ഈ CMRL MD ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയാണ്. അതോടൊപ്പം ഷിബി എസ് കർത്തയുടെ ഭർത്താവ് ഇപ്പോൾ ഇന്ന് ഹാജരായിരിക്കുന്നു എന്നതാണ്. ഇദ്ദേഹത്തെയും ഇന്ന് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തോട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. രണ്ടാം വട്ടമാണ് ഇദ്ദേഹം ഹാജരാകുന്ന ഡയറക്ടർ സ്ഥാനത്തുള്ള അദ്ദേഹം ഹാജരാകുകയും ചെയ്യുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നു എന്നതാണ്. വൈകാതെ തന്നെ വീണ്ടും സമൻസ് വീണ ടിക്ക് നൽകാനുള്ളൊരു സാധ്യതയാണ് വളരെ സജീവമായിട്ട് ഉള്ളത്. കാരണം ഇവർ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ED ഉള്ളത്. CMRL ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിലുള്ളൊരു സഹകരണമുണ്ട് എന്ന് പറയുമ്പോൾ പോലും വീണ ടിക്ക് പലതിനും കൃത്യമായൊരു ഉത്തരം നൽകാനോ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പങ്ങൾ തീർത്തുകൊണ്ട് ഈ കേസിൻ്റെ ഭാഗമാകാനോ അത് കഴിയുന്നില്ല എന്ന് തന്നെയാണ് EDയുടെ ഒരു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് അവരെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് ED നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയും MLAയുമായ മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ED പരിശോധിച്ചിരുന്നു. ഈ കാലയളവിൽ ഈ സംശയാസ്പദമായ ഈ തുക കൈമാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഈ കാലയളവിൽ ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം തന്നെ നടന്നത്. ഏതായാലും ഈ കേസിൽ വൈകാതെ തന്നെ വീണ ടിയെ വീണ്ടും സമൻസ് അയക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. CMRLൻ്റെ ഡയറക്ടർ ബോർഡിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചോദ്യം ചെയ്യലും ഒരു ഭാഗത്ത് തുടരുകയാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രതികളെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയതായി സർക്കാർ ഹൈക്കോടതിയിൽ. ഉത്തരവ് ഹാജരാക്കാൻ സർക്കാർ 2 ദിവസത്തെ സാവകാശം തേടി. തുടർന്ന് അടുത്ത ബുധനാഴ്ച ഉത്തരവ് ഹാജരാക്കാൻ ജസ്റ്റിസ് ബദറുദ്ദീൻ സർക്കാരിന് നിർദ്ദേശം നൽകി. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനാണ് സർക്കാരിന്റെ അനുമതി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും കശുവണ്ടി കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് സർക്കാർ അനുമതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി പത്രം ഹാജരാക്കാൻ 2 ദിവസത്തെ സാവകാശം വേണം. അതുകൊണ്ട് ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള സമ്മതിപത്രം ഹാജരാക്കാനാണ് കോടതി ഉത്തരവ്. ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ 5 വർഷമായി CBI ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 പേരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾക്കായി പ്രോസിക്യൂഷൻ അനുമതി സർക്കാരിനോട് തേടിയിരുന്നു. 3 തവണയാണ് ഇടത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി നിഷേധിച്ചത്. തുടർന്ന് കോടതി അലക്ഷ്യത്തിനായി ഹൈക്കോടതി തന്നെ ഇതിൽ നേരിട്ട് ഇടപെടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് കോടതിയിൽ നേരിട്ടെത്തി നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മാപ്പപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയും ബുധനാഴ്ച പരിഗണിക്കും. 2006 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടും കശുവണ്ടി പരിപ്പ് ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടുമുള്ള അഴിമതി 1400 കോടി രൂപയാണ് ഇതുമായി ചെലവഴിച്ചത്. ഇതിൽ 500 കോടി രൂപയുടെ അഴിമതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിജിലൻസും CBI അന്വേഷണം നടത്തിയിരുന്നു. 2020 CBI ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കമ്പനിക്ക് മാത്രമായി ടെൻഡർ അനുവദിക്കുന്നു, JMJ കമ്പനിക്ക്. അതുകൊണ്ട് JMJ കമ്പനിയുടെ MD ജോമോൻ ജോസഫും ഇതിൽ പ്രതിയാണ്. ഈ 3 പേരാണ്, അതായത് R ചന്ദ്രശേഖരൻ, അതുപോലെ
കെ എ രതീഷ്, ഈ ജോമോൻ ജോസഫ് തുടങ്ങിയ 3 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. ഇത് മനോജ് കടകംപള്ളി നൽകിയ ഹർജിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. 18 വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നത്. ഈ 2 പതിറ്റാണ്ടെടുത്തു ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ. എന്തായാലും വിവിധ ഏജൻസികൾ അന്വേഷിച്ച ശേഷമാണ് ഒടുവിൽ CBI അന്വേഷണ റിപ്പോർട്ട് 2020 സമർപ്പിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഈ 2 പേരെ, അതായത് ആർ ചന്ദ്രശേഖരനെയും അതുപോലെ കെ എ രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ നൽകിയിരുന്നില്ല. ഈ 5 വർഷമായി CBI ഇതിനുള്ള അപേക്ഷയുമായി ഈ സർക്കാരിന്റെ പിന്നാലെ നടക്കുന്ന സാഹചര്യമുണ്ട്. 3 തവണ ഈ അപേക്ഷ സർക്കാർ നിരസിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് ഈ അനുമതി സർക്കാർ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസും ഹൈക്കോടതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടർ നടപടിക്രമങ്ങൾ ബുധനാഴ്ച ഉണ്ടാകും. AG കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ട സമ്മതപത്രം കോടതിയിൽ എത്തിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ UDF സർക്കാരിന്റെ പ്രോസിക്യൂഷൻ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്ന് INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ. പരാതിക്ക് പിന്നിൽ സംഘടനയ്ക്കുള്ളിലെ തർക്കമാണ്. ഇപ്പോഴാണ് നടപടികൾ ശരിയായ രീതിയിൽ ആയത്. കൃത്യമായി വിസ്തരിക്കപ്പെടട്ടെ. INTUC നേതൃസ്ഥാനത്ത് ഇരിക്കാൻ താൻ യോഗ്യനാണോ എന്ന് തീരുമാനിക്കേണ്ടത് താനാണോ എന്നും ആർ ചന്ദ്രശേഖരൻ ചോദിച്ചു. പാർട്ടിയിലെയും മുന്നണിയിലെയും ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് N ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച തീരുമാനത്തിനെതിരെ ഭിന്നത മറന്നേക്കുന്നു. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്താതെ മുഖ്യമന്ത്രി തനിച്ചെടുത്ത തീരുമാനമാണ് ഇതെന്നാണ് മറുവിഭാഗത്തിന്റെ വാദം. RSS പശ്ചാത്തലമുള്ള ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചത് മണ്ഡല പുനർനിർണയത്തിലടക്കം BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായം. നമുക്കറിയാം, ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനെതിരെയുമൊക്കെ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്ന വിമർശനങ്ങൾ, അത് ഉണ്ടാക്കിയ വെല്ലുവിളികളൊക്കെ നമുക്കറിയാം. അതിന് തുടർച്ചയായിട്ടാണ് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വിരമിച്ച റിട്ടയർഡ് ജഡ്ജി N ശേഷാദ്രിനാഥനെ ശുപാർശ ചെയ്തതുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനത്തിനെതിരെ, UDF സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗവും, അതോടൊപ്പം മുന്നണിയിൽ നിന്ന് ഒരു വിഭാഗവും, അതോടൊപ്പം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും വിയോജിപ്പ് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് പാർട്ടിയിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് ഉൾപ്പെടെ പരാതി നൽകിയതിന് പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ചുകൊണ്ട് മാത്രമേ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കാവൂ എന്ന കാര്യം AICCയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി തന്നെ മുഖ്യമന്ത്രി VD സതീശനെ ഫോണിൽ വിളിച്ചറിയിക്കുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അതൊന്നും മുഖ്യവിലക്കെടുക്കാതെ അദ്ദേഹം കൃത്യമായി N ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയോഗിക്കാനുള്ള ഫയൽ ലോക് ഭവനിലേക്ക് അയക്കുകയായിരുന്നു. ആ ലോക് ഭവനിലേക്ക് അയച്ച ഫയലിലാണ് കഴിഞ്ഞ ദിവസം തിടുക്കപ്പെട്ട ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിയോജിപ്പ് ഉയർന്ന ഒരു തീരുമാനത്തിന് അനുമതി നൽകുന്ന ഒരു അസാധാരണമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ പരസ്യ പ്രതികരണവുമായി ആദ്യഘട്ടം മുതൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് കഴിഞ്ഞ ദിവസവും ഈ തീരുമാനം വന്നതിന് പിന്നാലെ മാധ്യമങ്ങളിലൂടെ ഈ തീരുമാനത്തിന് പാർട്ടി വില കൊടുക്കേണ്ടി വരും, അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല എന്ന തരത്തിലുള്ള പരാമർശമൊക്കെ നടത്തിക്കൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയിൽ ഒരു വിഭാഗം രംഗത്തെത്തുകയും നിയാസ് ഉൾപ്പെടെ പരസ്യമായ പ്രതികരണം ആവർത്തിച്ച് നടത്തുകയും ചെയ്തിട്ടും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫോ കോൺഗ്രസ് ഹൈക്കമാൻഡോ അത് വിലക്കുന്ന ഒരു സമീപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. അവിടെയാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ മൗനാനുവാദത്തോടെയാണോ നിയാസ് ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ ശുപാർശയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന സംശയം ബലപ്പെടുത്തുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന KPCCയുടെ നേതൃയോഗത്തിലോ UDFൻ്റെ മുന്നണി യോഗത്തിലോ ഈ വിഷയം സജീവമായ ചർച്ചയിലേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പരാതിയിൽ ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾ പാർട്ടി തലത്തിൽ എടുക്കും എന്ന കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം വ്യക്തമാക്കുന്നത്. അതായത് പാർട്ടി ഒരു വഴിക്കും മുഖ്യമന്ത്രി മറ്റൊരു വഴിക്കും എന്ന ശൈലി പൊതുവിൽ അത് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഗുണകരമാവില്ല. അതുകൊണ്ട് ഒരു നയപരമായ ഇടപെടൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വിഷയത്തിലുണ്ടാകും. രാഹുൽ ഗാന്ധി തിരിച്ച് ഡൽഹിയിൽ മടങ്ങിയെത്താനായി കാത്തിരിക്കുകയാണ് എന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം.
മദ്യനികുതി ഇളവിൽ സർക്കാർ അനാവശ്യ ധൃതിയും വാശിയും കാട്ടിയെന്ന് പിണറായി വിജയൻ. തിടുക്കപ്പെട്ട് ധനബിൽ അജണ്ടയിൽ തിരികെ കയറ്റി. മദ്യക്കമ്പനിക്ക് ലാഭമുണ്ടാക്കാനാണിത്. നിക്ഷിപ്ത താൽപര്യത്തിന്റെ പേരിൽ സഭാ നടപടികളിൽ മാറ്റം വരുത്തി. പ്രതിപക്ഷത്തിനൊപ്പം അവരും കൂടി എന്ന മുഖ്യമന്ത്രി പരിഹസിച്ചു. PM സുധീരനും TN പ്രതാപനുമാണ് ആ നിലപാടെടുത്തത്. KC വേണുഗോപാലും എക്സൈസ് മന്ത്രിയും തങ്ങളുടേതായ രീതിയിൽ പ്രതികരിച്ചുവെന്നും പിണറായി പറഞ്ഞു. മദ്യവിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ പിടിവാശിയാണ്. ബെക്കാഡി കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ മുഖ്യമന്ത്രി നടത്തിയ നീക്കങ്ങളായാണ് പ്രതിപക്ഷം ഇതിനെ വിമർശിക്കുന്നത്. സഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മദ്യക്കമ്പനിക്ക് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനമെടുത്തത്. കോൺഗ്രസിനുള്ളിൽ പോലും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. മത സാമുദായിക സംഘടന അടക്കം അതിൽ എതിർപ്പുയർത്തി. എന്നിട്ടും എന്തിനാണ് ഇത്ര തിടുക്കമെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് മറ്റുള്ളവർ കൂടി നിലപാടെടുത്തു എന്ന് പരിഹസിച്ചു. അത് പാർട്ടിക്കുള്ളിലുള്ളവരെയും അതുപോലെ തന്നെ മതസംഘടനകളെ ആണോ എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ ബജറ്റിന്റെ അവതരണത്തിന് ശേഷം സഭാ സമ്മേളനത്തിന്റെ 2ാം പാദത്തിലാണ് മദ്യക്കമ്പനിക്കുള്ള നികുതി ഇളവിന് സാധൂകരണം നൽകാൻ വളരെ തിടുക്കപ്പെട്ട് ധനകാര്യ ബിൽ അജണ്ടയിൽ തിരികെ കയറ്റുന്നത്. തികച്ചും നിക്ഷിപ്ത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സഭാ നടപടികൾ ധനകാര്യ ബിൽ അവസാന ഘട്ടത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നീക്കാൻ തീരുമാനിക്കുന്നു. ബെവ്കോയാണ് ഈ മദ്യം വിൽക്കേണ്ടത്. ബെവ്കോ അത്തരത്തിൽ മദ്യവിൽപ്പനയ്ക്ക് തീരുമാനമെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തിനാണ് ധൃതി പിടിച്ചുള്ള തീരുമാനമെന്നും പിണറായി വിജയൻ ചോദിക്കുന്നു. മാത്രമല്ല, ഇത് സമൂഹത്തിൽ മദ്യവ്യാപനത്തിന് ഇടവയ്ക്കുന്ന നീക്കമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുമെന്ന സൂചനയും പ്രതിപക്ഷ നേതാവ് നൽകുന്നുണ്ട്. മദ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ മാത്രം നിലപാടും ആവശ്യവുമാണിത്. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരിമണൽ വിഷയത്തിലും മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരിമണൽ കുത്തകകൾക്ക് തീറിടാൻ ശ്രമിക്കുകയാണ്. അതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ട്. കോൺഗ്രസിനുള്ളിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. അത് മറച്ചുവെക്കാൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുവെന്നും പിണറായി കുറ്റപ്പെടുത്തി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഭയെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്നതാണ് ആ കരിമണലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലുണ്ടായ കാര്യം. ഇവിടെ നാടിന്റെ പ്രകൃതി സമ്പത്ത് കുത്തകകൾക്ക് തീരെഴുതാനുള്ള നീക്കങ്ങൾ ഈ ഗവൺമെന്റ് കീഴിൽ തുടക്കം മുതലേ സജീവമാക്കുക. ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ധവളപത്രം മുതൽ ആ നില നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലക്ക് തീരെഴുതാനുള്ള സർക്കാരിന്റെ ബജറ്റ് നിർദ്ദേശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ഇത് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല, കോൺഗ്രസിനുള്ളിൽ തന്നെ കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നിട്ടുണ്ട്. അത് മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി സഭയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന നിലയാണെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും വാനോളം പുകഴ്ത്തി കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂർ. സാമ്പത്തിക നവീകരണത്തിലും വികസനത്തിലും അമ്പരപ്പിക്കുന്ന പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. 140 കോടി ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന അത്യാധുനിക സാങ്കേതിക അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കിയെന്നും തരൂർ പറയുന്നു. അതേസമയം ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിൽ ചില വിമർശനങ്ങളും തരൂർ ഉന്നയിക്കുന്നു. മലയാള ദിനപത്രമായ ദീപികയുടെ എഡിറ്റോറിയലിൽ ശശി തരൂർ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ആണ് ഒരു ഇടവേളയ്ക്ക് ശേഷം നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നത്. മോദിയെ വ്യക്തിപരമായി പുകഴ്ത്തുന്നു എന്നതിനോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ നയങ്ങളെയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും പുകഴ്ത്തുന്ന തരത്തിലാണ് ഈ ലേഖനത്തിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ചില വിമർശനങ്ങളും നരേന്ദ്രമോദിക്കും സർക്കാരിനുമെതിരെ ഉന്നയിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ തുടർച്ചയായി ഭരണത്തിലേറി എന്ന നേട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ ആരംഭിച്ചിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി എന്നിവർക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ലോക നേതാവായി ഉയർന്നു വന്നിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് എന്ന തരത്തിലുമുള്ള പുകഴ്ത്തലുകൾ ആണ് ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ 1947 ശേഷമുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പുനർക്രമീകരണത്തിനാണ് മോദി ഇതിനകം നേതൃത്വം നൽകിയത്. സാമ്പത്തിക നവീകരണത്തിലും ഭരണ സംവിധാനങ്ങളുടെ ശേഷി വികസനത്തിലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള പുരോഗതിക്ക് അദ്ദേഹം മേൽനോട്ടം വഹിച്ചു എന്നാണ് ശശി തരൂർ പറയുന്നത്. 140 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ ജീവിതത്തെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ച ആധുനിക സാങ്കേതിക ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിച്ചതാണ് മോദിയുടെ ഏറ്റവും വലിയ നേട്ടം എന്നുകൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം മുൻഗാമിയായിരുന്ന മൻമോഹൻ സിംഗിന് തുടക്കം കുറിച്ച ബാങ്കിംഗ് മേഖലയിലെ മാറ്റങ്ങൾ അത് ഏറ്റവും ഗുണകരമാകുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്ന് ഈ ലേഖനത്തിൽ പറയുകയാണ്. സബ്സിഡികളും ആനുകൂല്യങ്ങളും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നുകൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. മറ്റൊന്ന് അടിസ്ഥാന സൗകര്യ വികസനമാണ്.
നല്ല പൈതൃകം എന്നാണ് ഇതിൽ വിശേഷണം ഉള്ളത്. അതോടൊപ്പം പതിറ്റാണ്ടുകളായി നിലവാരം കുറഞ്ഞ ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ മോദി സർക്കാർ ഈ പ്രശ്നത്തെ യുദ്ധകാലാടിസ്ഥാനത്തിൽ സമീപിക്കുകയും ഹൈവേകൾ, വിമാനത്താവളങ്ങൾ, അതിവേഗ റെയിൽ ശൃംഖലകൾ എന്നിവയിലേക്ക് റെക്കോർഡ് നിക്ഷേപം എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് നേരത്തെ കോൺഗ്രസും അതോടൊപ്പം തന്നെ BJP ഇതര രാഷ്ട്രീയ പാർട്ടികളും എല്ലാം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്താണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രശംസിച്ചുകൊണ്ട് ഈ ലേഖനത്തിൽ ശശി തരൂർ കൃത്യമായി വിവരിക്കുന്നത്. അതേസമയം തന്നെ ചില വിമർശനങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇറാൻ യുദ്ധത്തിൽ ഇന്ത്യ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പക്ഷത്താണ് എന്ന ധാരണ പരത്തുന്നതിന് പകരം ഒരു നിഷ്പക്ഷ കക്ഷിയായും സാധ്യതയുള്ള ഒരു മധ്യസ്ഥനായും സ്വയം നിലയുറപ്പിക്കണമെന്നായിരുന്നു ഇതിൽ തരൂരിൻ്റെ നിഗമനം. അതോടൊപ്പം തന്നെ മോദിയുടെ ഭരണം കടുത്ത വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. മോദി സർക്കാരിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രമായ ഹിന്ദുത്വം, രാജ്യത്തെ ജനസംഖ്യയുടെ 80% വരുന്ന ഹൈന്ദവ പൈതൃകത്തിൽ ഇന്ത്യയുടെ സാംസ്കാരിക സ്വത്വം ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നു എന്നിങ്ങനെയുള്ള വിമർശനങ്ങളുണ്ട്. ഇതിൽ ശ്രദ്ധേയമാകുന്ന ഒന്ന്, ഇന്ത്യയുടെ ബഹുസ്വരതയുടെ കാവൽ കവാടങ്ങൾ തകർക്കപ്പെടുകയാണ് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന ചില സംഭവങ്ങൾ. അതായത് ചില വിമർശനങ്ങളെ ശശി തരൂർ തൻ്റെ വിമർശനങ്ങൾ ആയിട്ടല്ല ഈ ലേഖനത്തിൽ പറയുന്നത്, അതിന് പകരം വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടും ആണ് ഇത്തരത്തിൽ ഈ ലേഖനം അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നേരത്തെ കോൺഗ്രസ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ തുടർച്ചയായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് വലിയ പ്രശംസ ശശി തരൂർ വീണ്ടും നരേന്ദ്രമോദിക്കും സർക്കാരിനും നൽകുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയത്തിൽ നിന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വിട്ടുനിന്നതിൽ സംഘപരിവാറിൽ വ്യാപക അമർഷം. BJP MLA-മാരായ V. മുരളീധരൻ, BB ഗോപകുമാർ എന്നിവർ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സഭയിലെത്തിയിരുന്നില്ല. വികസന മുദ്രാവാക്യത്തിനൊപ്പം ഹൈന്ദവ പ്രശ്നങ്ങളിൽ ഊന്നൽ നൽകണമെന്ന RSS സമന്വയ ബൈഠക്കിലെ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ലെന്നും വിമർശനമുയരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങൾ. മറ്റൊരു വാർത്തയിലേക്ക്. ബോർഡ്, കോർപ്പറേഷൻ തുടങ്ങിയ രാഷ്ട്രീയ നിയമനങ്ങളിൽ മുൻ MP-മാരെയും MLA-മാരെയും പരിഗണിക്കരുതെന്ന് യൂത്ത് കോൺഗ്രസ്. പെൻഷൻ, ഇന്ധന ചിലവ് ഉൾപ്പെടെ എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും അവർക്കുണ്ട്. പാർട്ടിയിൽ ഇക്കാലം അത്രയും ഒന്നുമാവാൻ കഴിയാത്ത സംസ്ഥാന നേതാക്കളെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കണം. മുൻ MLA, MP തുടങ്ങിയവരെ വീണ്ടും പരിഗണിക്കുന്നത് ശരിയല്ല എന്നാണ് വിമർശനം. മുൻ ജനപ്രതിനിധികളെ പാർട്ടിയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ സംഘടനാ ചുമതലകൾ നൽകുകയാണ് വേണ്ടതെന്നും യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. മനഃപൂർവ്വമല്ലാത്ത ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കൂടി പ്രതി ചേർക്കാൻ ശ്രമിക്കുകയാണ്. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും തനിക്ക് അറിയില്ലെന്നും പ്രശാന്ത് പറഞ്ഞു. SIT കേസ് രജിസ്റ്റർ ചെയ്താൽ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യ തട്ടിപ്പിൽ CBIക്ക് വിടുന്നത് പരിഗണിച്ച് UP സർക്കാർ. കാണിക്കേണ്ടുന്ന ചുമതലയുള്ള കമ്പനിയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ട്രസ്റ്റ് പുനഃസംഘടന സംബന്ധിച്ച് RSS BJP നേതൃത്വങ്ങൾ തമ്മിൽ ചർച്ച നടത്തി. ഇതിനിടെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സമ്പത് റായിയെ പിന്തുണച്ച് ഒരു വിഭാഗം രംഗത്ത് വന്നു. അയോധ്യയിലെ കൊള്ളയിൽ അന്വേഷണം തുടരുന്നതിന് ഇടെ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സമ്പത് റായിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം 2 മണിക്കൂറോളമാണ് സമ്പത് റായിയെ ചോദ്യം ചെയ്തത്. താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്നും തനിക്ക് ഇത്തരം കൊള്ളയിൽ ഒരു പങ്കും ഇല്ല എന്ന നിലപാടുമായിരുന്നു സമ്പത് റായി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ സമ്പത് റായിയുടെ രാജി അംഗീകരിക്കരുത് എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. അതേസമയം ട്രസ്റ്റിൻ്റെ യോഗം നടക്കേണ്ടിയിരുന്നത് 11-ാം തീയതിയാണ്. ആ യോഗം 6-ാം തീയതി നേരത്തെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സമ്പത് റായ് ഉൾപ്പെടെയുള്ളവരുടെ രാജി സ്വീകരിക്കുന്ന സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ യോഗം ചേരുന്നത്. എന്നാൽ ഈ ട്രസ്റ്റിനെ തന്നെ പുനഃസംഘടിപ്പിക്കുക എന്ന സൂചനകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ കൂടിയാലോചനകൾ RSSന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കാലാവധി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട 15 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്യും. കൂടുതൽ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. അതേസമയം ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് അന്ന് പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങിലടക്കം മുഖ്യ ആതിഥേയൻ ആയിരുന്ന അനിൽ മിശ്ര ഉൾപ്പെടെ ഉള്ളവർ ആണ് എന്നുള്ളതാണ്. അതായത്
ഗോപാൽ റായും അനിൽ മിശ്രയുമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന നിരീക്ഷണങ്ങളിലേക്കും എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ നിരവധിയായ ആളുകളെ നിയമിച്ചിരുന്നു. അതിൽ അടക്കം ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഒപ്പം ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ ലഭിച്ചതിന് ഇത്തരത്തിൽ വലിയ തോതിൽ കമ്മീഷൻ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഒപ്പം ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ ഡ്രൈവർ രാംശങ്കർ യാദവ്, അദ്ദേഹത്തിന്റെ ബന്ധു മനീഷ് യാദവ് എന്നിവർക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനിടെയാണ് മറ്റൊരു തട്ടിപ്പിലെ പ്രതിയായിട്ടുള്ള അവിനാശ് ശുക്ലയ്ക്ക് ബന്ധമുള്ള ഒരു യോഗ സെന്ററിൽ നിന്ന് പണപ്പെട്ടി കണ്ടെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് കാണിക്ക വഞ്ചി ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. രാമരാജ്യ കോശ് എന്ന് എഴുതിയിരുന്ന, അതായത് രാമരാജ്യത്തിനായി സംഭാവന എന്ന് എഴുതിയിരുന്ന ഒരു പെട്ടി, ആ പെട്ടിയിൽ നിന്ന് ഏതാണ്ട് 35 ലക്ഷം രൂപയോളം കണ്ടെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഈ പെട്ടിയിൽ QR കോഡ് പതിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ QR കോഡിലേക്കുള്ള പണം എവിടേക്കാണ് എത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉൾപ്പെടെ ഇനി നടക്കേണ്ടതുണ്ട് എന്നതാണ് വിവരങ്ങൾ. ഇങ്ങനെ ക്ഷേത്രം ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ നിരീക്ഷണത്തിലാണ്. അതേസമയം അന്വേഷണ സംഘത്തിന് ഈ തട്ടിപ്പിൽ സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്കും പങ്കുണ്ടോ എന്ന സംശയമുണ്ട്. അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ തട്ടിപ്പിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും എന്ന സാധ്യത തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വർഷത്തെ അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കം പ്രഥമ പൂജയോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമായത്. 4822 തീർത്ഥാടകരുടെ ആദ്യ സംഘം ഖാസിഗുണ്ടിലെ നവൈഗുക് തുരങ്കം വഴി കാശ്മീർ താഴ്വരയിലേക്ക് പ്രവേശിച്ചു. തീർത്ഥാടന സുരക്ഷ ഉറപ്പാക്കുന്നതിനായി CRPF, ഇന്ത്യൻ ആർമി, ജമ്മു കാശ്മീർ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടന കാലത്ത് തട്ടിപ്പുകളും ആൾമാറാട്ടവും തടയുന്നതിനായി ജമ്മു കാശ്മീർ പോലീസ് ഒരു QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷൻ സംവിധാനവും നടപ്പിലാക്കിയിട്ടുണ്ട്. ഉദ്ഘാടനം നടന്ന് മാസങ്ങൾക്ക് പിന്നാലെ ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് വേ തകർന്നു. നിർമ്മിച്ച് 2 മാസം പിന്നീട് മുൻപ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. 12,000 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പാത ഏപ്രിൽ 14-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയും ഫണ്ട് തട്ടിപ്പ് നടന്നതായി ആരോപണമുണ്ട്. भाई मैं भी आपको अपनी गाड़ी दिख जाता हूँ कि मेरी गाड़ी के दोनों अलाई व्हील टेढ़े हो चुके हैं, बस के दोनों स्टेपनियाँ चेंज हो रही हैं गाड़ी की. अलाई व्हील का लक्का टेढ़ा हो चुका है इसका. US-ഉം ഇറാനും സമാധാന കരാറിൽ ചർച്ച തുടരും. ദോഹയിൽ നടന്ന പരോക്ഷ സാങ്കേതിക ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. അടുത്ത ഘട്ട ചർച്ച ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിന് ശേഷമാകുമെന്നുമാണ് റിപ്പോർട്ട്. പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയമാണ് വിവരം പുറത്തുവിട്ടത്. ഇന്നലെ നടന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ഖത്തറും US-ഉം സ്ഥിരീകരിച്ചിരുന്നു. കരാർ ലംഘനം റിപ്പോർട്ട് ചെയ്യാൻ US-ഉമായി നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം രൂപീകരിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കി. TVK സർക്കാരിനെ അട്ടിമറിക്കാൻ നടന്ന രാഷ്ട്രീയ നീക്കം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റാകുന്നു. TVK MLA-മാരെ കൂറുമാറ്റിക്കാൻ 35 കോടി വരെ വാഗ്ദാനം ചെയ്തുവെന്ന വിവരവും സംഭവത്തിൽ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തതോടെ DMK പ്രതിരോധത്തിലായി. DMK MLA സെന്തിൽ ബാലാജിക്ക് കൂറുമാറ്റത്തിന് ശ്രമിച്ച ഇടനിലക്കാരുമായി ബന്ധമുണ്ടെന്ന വിവരമാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്. സെന്തിലിന്റെ സഹോദരനെതിരെയും പോലീസ് കേസെടുത്തു. തമിഴ്നാട്ടിൽ TVK സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി MLA-ക്ക് കോഴ വാഗ്ദാനം ചെയ്തു എന്ന സംഭവത്തിൽ 3 പേർ ആണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇവർക്ക് പ്രത്യേകിച്ച് DMK നേതാവായിട്ടുള്ള സെന്തിൽ ബാലാജിയുമായി ബന്ധമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. നരേഷ്, ത്യാഗരാജൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോകിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി 35 കോടി രൂപ വാഗ്ദാനം നടത്തി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഉത്തങ്കരെ MLA ആയിട്ടുള്ള TVK-യുടെ നേതാവ് N. ഇളയരാജയാണ് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ
തിരുനാവക്കരസ് ഇത്തരത്തിൽ ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി 15 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുക, അവർ രാജി ഒരുമിച്ച് നൽകുക, അങ്ങനെ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി 35 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. സംഭവത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തമിഴ്നാട്ടിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കാണ് ഈ സംഭവം തുടക്കം കുറിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് MLA-മാരെ വിലയ്ക്ക് വാങ്ങി സർക്കാരിനെ അട്ടിമറിക്കാനും താഴെയിറക്കുവാനുമുള്ള ശ്രമം നടക്കുന്നത് DMK-യുടെ ഭാഗത്തു നിന്നാണ് എന്ന് TVK ആരോപിക്കുകയാണ്. കഴിഞ്ഞ 40 ദിവസങ്ങളായി ഇതിന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങളാണ് DMK നടത്തുന്നത് എന്നതുകൂടിയാണ് DMK-ക്ക് എതിരെ ഉള്ള വിമർശനം. അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം അട്ടിമറി നീക്കങ്ങൾ നടക്കുന്നത് എന്നുകൂടിയാണ് ഇപ്പോൾ TCR നിർമ്മൽകുമാർ TVK-യുടെ പ്രതിനിധി വ്യക്തമാക്കുന്നത്. അതേസമയം ഈ വിമർശനങ്ങൾക്ക് DMK ശക്തമായ മറുപടി നൽകുകയാണ്. അങ്ങനെ സർക്കാരിനെ താഴെയിറക്കാനുള്ള ഒരു നീക്കങ്ങളും തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് മാത്രവുമല്ല, TVK ഇപ്പോൾ ശ്രമിക്കുന്നത് അംഗബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് DMK-യുടെ MLA-മാരെ അടക്കമാണ് TVK സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു മാസമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകളൊന്നും തന്നെ പാലിക്കാൻ വിജയ്ക്ക് സാധിക്കുന്നില്ല, വിജയ് സർക്കാരിന് സാധിക്കുന്നില്ല. ആ പോരായ്മകൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതുകൂടിയാണ് DMK-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം എന്നതാണ് എടുത്തു പറയേണ്ടത്. DMK നേതാവ് TKS ഇളങ്കോവൻ ആണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ AIADMK-യും വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് എടപ്പാടി പളനിസ്വാമി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് MLA-മാരെ തട്ടിയെടുക്കുന്നത് വിജയിയുടെ പാർട്ടിയാണ്, TVK-യാണ് ഇത്തരത്തിൽ അംഗങ്ങളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വിവരങ്ങളൊപ്പം പോലീസിന്റെ അന്വേഷണം അത് വലിയ തോതിൽ തമിഴ്നാട്ടിൽ വാക്പോരിനും രാഷ്ട്രീയ പോരിനും ആണ് കളം ഒരുക്കിയിട്ടുള്ളത്. ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. ദുൽഖർ സൽമാന്റെ പക്കൽ കൂടുതൽ ഭൂട്ടാൻ വാഹനങ്ങളുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ്. ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ദുൽഖറെ ചോദ്യം ചെയ്തത്. താൻ നിയമവിധേയമായാണ് വാഹനങ്ങൾ വാങ്ങിയതെന്നും കള്ളക്കടത്തായി എത്തിച്ചതാണെന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് ദുൽഖറിന്റെ മൊഴി. ഭൂട്ടാൻ കാർ ഇറക്കുമതി കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത നടൻ ദുൽഖർ സൽമാനെ വീണ്ടും വിശദീകരണത്തിന് വേണ്ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ദുൽഖറിൻ്റെ പക്കൽ ഇനിയും വാഹനങ്ങളുണ്ട് എന്നൊരു നിഗമനത്തിലാണ് കസ്റ്റംസ് ഉള്ളത്. ദുൽഖറിൻ്റെ പക്കൽ നിന്ന് നേരത്തെ നൽകിയ വിവരങ്ങൾ പ്രകാരം കസ്റ്റംസ് പിടിച്ചെടുത്തത് 4 വാഹനങ്ങളായിരുന്നു. വിവിധ കമ്പനികളുടേതായിട്ടുള്ള 4 വാഹനങ്ങളായിരുന്നു പിടിച്ചെടുത്തിരുന്നത്. എന്നാൽ ഇതിനപ്പുറം വാഹനങ്ങൾ ഉണ്ട് എന്ന രീതിയിലാണ് കസ്റ്റംസിൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ ചെന്നൈയിലുള്ള വസതികളിലടക്കം ഒരു പരിശോധന നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കസ്റ്റംസ് കടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷന് മുമ്പാകെ ഹാജരായ ദുൽഖർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് തനിക്ക് ഈ വാഹനങ്ങൾ എത്തിച്ചത് അല്ലെങ്കിൽ താൻ വാങ്ങിയത് ഇടനിലക്കാരിൽ നിന്നുമാണ് താൻ വാങ്ങിയത്. തനിക്ക് ഈ വാഹനങ്ങളുടേതായ എല്ലാവിധ രേഖകളും അവർ തനിക്ക് കൈമാറിയിരുന്നു, അത് പരിശോധിച്ചിരുന്നു, പണം നൽകിയാണ് വാങ്ങിയത്. ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർത്തും നിയമപരമായുള്ള ഒരു ഇടപാടുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്നാണ് ദുൽഖറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദുൽഖർ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. മറ്റ് ഈ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്നതാണെന്നോ അതിനു മുൻപുള്ള അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് തനിക്കറിയില്ല, അവർ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇത് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് തനിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. അവർ മറ്റ് പലർക്കുമായിട്ട് വാഹനങ്ങൾ നൽകുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസ്യതയിൽ തന്നെയാണ് താൻ അവരിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിയത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിയമത്തെ മറികടന്നുകൊണ്ട് താൻ ഒന്നും ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് ദുൽഖറിൻ്റെ മൊഴി ഇക്കാര്യത്തിൽ കസ്റ്റംസിന് നൽകിയിരിക്കുന്നത്. നേരത്തെ വാഹനങ്ങൾ ദുൽഖറിൻ്റെ പക്കൽ നിന്നടക്കം വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുക്കുകയും പിന്നീട് അത് വിട്ടുകിട്ടുന്നതിന് വേണ്ടി ദുൽഖർ കോടതിയെ തന്നെ സമീപിക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഏതായാലും ഓപ്പറേഷൻ നുംകോറിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാജ്യത്താകമാനമായി നടത്തിയ പരിശോധന ഏതാണ്ട് 50-ലധികം കാറുകൾ ഇതുമായി അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് നികുതി വെട്ടിച്ച് ഇവിടെ വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്ര 50-ലധികം കാറുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് 7 പേരെയാണ് ഇതിൽ അറസ്റ്റ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇവർ വാഹനം കൈമാറിയിട്ടുള്ള മുഴുവൻ പേരിൽ നിന്നും കസ്റ്റംസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ്
ദുൽഖർ സൽമാനിൽ നിന്നും ഈ വിവരങ്ങൾ കസ്റ്റംസ് തേടിയത്. ഏതായാലും ഈ കാര്യത്തിൽ കുറച്ചുകൂടി വിശദീകരണം വേണ്ടതുണ്ട് ദുൽഖറിൻ്റെ ഭാഗത്തു നിന്നാണ് കസ്റ്റംസ് ഓഫീസിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം മൊഴി പരിശോധിച്ച് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടനിലക്കാരെ അടക്കം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതിനു ശേഷം ദുൽഖറിനെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ദുൽഖറിൻ്റെ വാഹനശേഖരം പരിശോധിക്കുവാനുള്ള ഒരു നീക്കവും കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ എഫ്ഐആർ വിവരങ്ങൾ പുറത്ത്. ടിനി ടോമിനെതിരെ ചുമത്തിയത് 6 വകുപ്പുകളാണ്. മതം പറഞ്ഞ് അധിക്ഷേപിക്കുക, സ്ത്രീകൾക്ക് നേരെ വാക്കാലുള്ള അധിക്ഷേപം, ലൈംഗിക പരാമർശങ്ങൾ എന്നിവയ്ക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. അൻസിബയെ ജിഹാദി എന്നും മതതീവ്രവാദി എന്നും വിളിച്ച് അധിക്ഷേപിച്ചുവെന്നും എഫ്ഐആറിലുണ്ട്. നവമി വിവരങ്ങൾ പങ്കുവെക്കും. നവമി, കോടതി ഇടപെട്ട കേസാണ്. ഇപ്പോൾ പോലീസ് കാര്യങ്ങൾ കടുപ്പിക്കുകയാണോ? അതെ രഞ്ജിത്ത്, നിലവിൽ കടവന്ത്ര പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 6 വകുപ്പുകളാണ് ടിനി ടോമിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ മതം പറഞ്ഞ് അധിക്ഷേപിക്കുക, സ്ത്രീകൾക്ക് നേരെ വാക്കാലുള്ള അധിക്ഷേപം, ലൈംഗിക പരാമർശങ്ങൾ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അൻസിബയെ ജിഹാദി എന്നും മത തീവ്രവാദി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു കൂടി എഫ്ഐആറിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നടി നീന കുറുപ്പിന്റെ മൊഴിയടക്കം ഏറെ നിർണായകമായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി കേസ് എടുക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചത്. അതേസമയം പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ഇത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നതായിരുന്നു. പക്ഷെ അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് വന്നത്. എന്തായാലും ഇനി ഉടനെ തന്നെ ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്നതിൽ കൂടി നമ്മൾ നോക്കി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നീന കുറുപ്പിന്റെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പ്രാഥമിക അന്വേഷണത്തിൽ നീന കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒരിക്കൽ കൂടി പോലീസ് നീന കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തും. അതേസമയം തന്നെ ഈ നടി ലക്ഷ്മിപ്രിയക്കെതിരെയും വീണ്ടും കോടതിയിലേക്ക് സമീപിച്ചിരിക്കുകയാണ് അൻസിബ. അത് ലക്ഷ്മിപ്രിയ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂ വളരെ മോശമായ രീതിയിൽ അൻസിബയെ ചിത്രീകരിച്ചു എന്നാണ് പരാതി പറയുന്നത്. അതിൽ ശ്വേതാ മേനോനും പങ്കുണ്ടെന്ന് കൂടി പരാതി സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശ്വേതാ മേനോന്റെ പങ്ക് കൂടി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസിനോട്, പാലാരിവട്ടം പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി. വെള്ളാപ്പള്ളി നടേശ് നൽകിയ പത്മഭൂഷൺ പുരസ്കാരത്തിൽ ഇടപെടാനാവില്ലെന്ന് ഹൈക്കോടതി. പുരസ്കാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് നിലപാട് അറിയിച്ചത്. കേസുകൾ നിലവിലുണ്ടെന്ന കാരണത്താൽ ഒരാളെ കുറ്റക്കാരനായി കണക്കാക്കാനാവില്ലെന്നും ഉത്തരവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വെള്ളാപ്പള്ളിക്ക് എതിരെ എടുത്ത കേസുകളിൽ ഇതുവരെ വിചാരണ പൂർത്തിയായി ശിക്ഷ വിധിച്ചിട്ടില്ലെന്നും ചില കേസുകളിൽ സുപ്രീംകോടതി നടപടികൾ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഭാവിയിൽ ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് നിയമപരമായി തെളിയുകയോ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ രാഷ്ട്രപതിക്ക് ആ ബഹുമതി റദ്ദാക്കാനുള്ള അധികാരമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. MC റോഡ് യാത്രക്കാർക്ക് ആശ്വാസം. കോട്ടയം വഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി പിൻവലിച്ചു. കോടിമത പാലത്തിലെ അറ്റകുറ്റപ്പണി പുനരാരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ആയിരുന്നു നിയന്ത്രണം. പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ ടാർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ഏറ്റുമാനൂരിൽ നിന്നും വഴിതിരിച്ചു വിടുമെന്ന് ആയിരുന്നു ഇന്നലെ പ്രഖ്യാപിച്ചത്. എന്തായാലും യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കേവലം കോട്ടയം നിവാസികളെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. MC റോഡ് സംസ്ഥാനത്തൊട്ടാകെയുള്ളവർ ആശ്രയിക്കുന്നതാണ്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗം, ഒപ്പം തന്നെ എറണാകുളത്തേക്കുള്ള റോഡ്, ഇതുവഴിയൊക്കെ ഉള്ളവർ കോട്ടയം നഗരത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിനാണ് ഒരാഴ്ച തടസ്സമുണ്ടാകും എന്ന നിലയിൽ ഇന്നലെ പോലീസ് വാർത്താക്കുറിപ്പിൽ ഇറക്കിയത്. ഗതാഗത നിയന്ത്രണം പ്രഖ്യാപിക്കുകയും ഇതുവഴിയൊക്കെയാണ് വാഹനം തിരിച്ചു പോകേണ്ടത് എന്ന നിലപാടെടുക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് PWD ഉദ്യോഗസ്ഥരും കളക്ടറും ചേർന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ പുതിയ പാലം പണി പൂർത്തിയായതാണ്. അപ്രോച്ച് റോഡിൽ ടാറിംഗ് മാത്രം പൂർത്തിയായാൽ മതി. അതുകൊണ്ട് ആ ടാറിംഗ് പൂർത്തിയാക്കിയാൽ അത് പൂർത്തിയായ ശേഷം അതുവഴി ഗതാഗതം തുറന്നു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പഴയ പാലത്തിൽ ഉണ്ടായിരിക്കുന്ന അത് ഒരു ഭാഗം താണുപോയത്, അപകടകരമായ നിലയിൽ താണുപോയതടക്കം പണിയുന്നതിന് ആ സമയത്ത് ഒരു സമയം കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 4 ദിവസം കൊണ്ട്, 4 അല്ലെങ്കിൽ പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കാമെന്ന് PWD ഉദ്യോഗസ്ഥർ അറിയിച്ചതോടുകൂടിയാണ് ഇപ്പോൾ എന്തായാലും ഗതാഗത നിയന്ത്രണം വേണ്ട എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനി ടാറിംഗ് പൂർത്തിയായി അതിനുശേഷം ഈ പഴയ പാലത്തിൽ പണി തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ടാറിംഗ് പൂർത്തിയായ ഉടൻ തന്നെ വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കയറ്റിവിടണോ എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. എന്തായാലും എഞ്ചിനീയറിംഗ് വിഭാഗം ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും അത്തരം വലിയ വാഹനങ്ങൾ കടത്തിവിടുക. ഒരുപക്ഷെ ആ ഘട്ടത്തിൽ വലിയ ഭാരവാഹനങ്ങളൊക്കെ
ചങ്ങനാശ്ശേരിയിൽ നിന്ന് വഴിതിരിച്ച് വിടാൻ സാധ്യതയുണ്ട്. അപ്പുറത്ത് ഏറ്റുമാനൂരിൽ നിന്നുൾപ്പെടെ വഴിതിരിച്ച് വിടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ നഗരത്തിലാകെ വലിയ ദുരിതമുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഫലത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വന്നത്. ഇതിനൊടുവിലാണ് ഇതൊരു വലിയ ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുമെന്ന് കണ്ടതോടുകൂടിയാണ് MLA കൂടിയായ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് പോലീസുമായി കൂടിയാലോചന നടത്തി, കളക്ടറുമായി കൂടിയാലോചന നടത്തി ഇങ്ങനൊരു മാറ്റത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഗതാഗത നിയന്ത്രണം MC റോഡ് വഴി ഉണ്ടാകില്ല. അത് കേവലം കോട്ടയംകാരെ മാത്രം സംബന്ധിച്ചല്ല, ഇതുവഴി യാത്ര ചെയ്യുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് യാത്രക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് തന്നെ വലിയൊരു ആശ്വാസമായി മാറുകയാണ്. മലപ്പുറം പൂക്കോട്ടുപാടത്ത് വൻ രാസലഹരി വേട്ട. മാർക്കറ്റിൽ 2 ലക്ഷത്തിലധികം രൂപ വില വരുന്ന 60 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടിയിലായി. ഇവരുടെ പക്കൽ നിന്നും ഒരു എയർ പിസ്റ്റൾ തോക്കും പോലീസ് കണ്ടെടുത്തു. മമ്പാട് സ്വദേശി തണ്ടിലാൻ സിറാജ്, കരിപ്പൂർ കൈതക്കോട് സ്വദേശി മോൽവിലാക്കൽ മുഹമ്മദ് റാഷിദ്, പുൽപ്പറ്റ കുഴിയമ്പറമ്പ് സ്വദേശി കുറ്റിക്കാട്ടിൽ മിഖായേൽ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. ലഹരി തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ത്രാസ്, പ്രതികൾ ലഹരി വിൽപ്പനയ്ക്കായി എത്തിച്ച കാർ, 34,900 രൂപ എന്നിവയും പോലീസ് കണ്ടെടുത്തു. തിരുവനന്തപുരം വിളപ്പൽശാലയിൽ കാണാതായ അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കിള്ളി മയിലക്കോണം ഭാഗത്ത് പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശവാസികളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് സംഘത്തിന്റെ സഹായത്താൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ വിളപ്പിൽശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൂൺ 29 മുതലാണ് അനീഷിനെ കാണാതായത്. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തിയത്. എറണാകുളം രവിപുരത്ത് പ്രിന്റിംഗ് പ്രസ്സിൽ തീപിടുത്തം. ജാസ്മിൻ പ്രസ്സിലാണ് തീപിടുത്തമുണ്ടായത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു. കാസർഗോഡ് നീലേശ്വരത്തിനടുത്ത് കാര്യങ്കോട് മയ്യച്ചയിൽ റെയിൽ പാളത്തിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ 8:30 അപകടം. മരം വീണതിനെ തുടർന്ന് അരമണിക്കൂറിലധികം ട്രെയിൻ ഗതാഗതം ഈ റൂട്ടിൽ തടസ്സപ്പെട്ടു. മംഗളൂരുവിലേക്കുള്ള പാസഞ്ചർ ട്രെയിനും മംഗലാപുരം എക്സ്പ്രസും ചെറുവത്തൂർ സ്റ്റേഷനിൽ നിർത്തിയിട്ടു. ഐതിഹാസിക പോരാട്ടത്തിലേക്ക് കണ്ണുനട്ട് ഫുട്ബോൾ ആരാധകർ. ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പ് നോക്കൌട്ടിൽ യൂറോപ്യൻ ഭീമന്മാരായ പോർച്ചുഗലും ക്രൊയേഷ്യയും ഇന്ന് രാത്രി നേർക്കുനേർ. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും തമ്മിലുള്ള പോരാട്ടം കൂടിയായതിനാൽ ഇതിഹാസ താരങ്ങളിൽ ഒരാൾക്ക് അവസാന ലോകകപ്പ് മത്സരമാകും. ഇതും ഇന്ന് ശ്രദ്ധേയമാണ്. 4:30 ടൊറന്റോയിലാണ് മത്സരം. ഗ്രൂപ്പ് കെയിൽ നിന്ന് 2ാം സ്ഥാനക്കാരായാണ് റോബർട്ടോ മാർട്ടിനസിന്റെ പോർച്ചുഗൽ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയത്. ഉസ്ബെക്കിസ്ഥാനെ 5-0 തകർത്ത കരുത്തുണ്ടെങ്കിലും കൊളംബിയയോടും കോങ്കോയോടും സമനില വഴങ്ങേണ്ടി വന്നത് പോരായ്മകൾ തുറന്നുകാട്ടുന്നു. എന്നാൽ വിറ്റീഞ്ഞ, ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവരടങ്ങുന്ന മധ്യനിരയ്ക്കൊപ്പം ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി ചേരുമ്പോൾ പറങ്കിപ്പട ഏതൊരു ടീമിനും ഭീഷണിയാണ്. മറുവശത്ത് മുൻ ലോകകപ്പ് റണ്ണേഴ്സപ്പായ ക്രൊയേഷ്യ അവരുടെ സൂറ തലമുറയുടെ കരുത്തിലാണ് വരുന്നത്. ഇംഗ്ലണ്ടിനോട് തോറ്റു തുടങ്ങിയെങ്കിലും പാനമയെയും ഖാനെയും വീഴ്ത്തിയാണ് സ്ലാറ്റ്കോ ഡാലിച്ചിന്റെ സംഘം നോക്കൌട്ടിലെത്തിയത്. 40ാം വയസ്സിലും തന്റെ 200-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പരിചയസമ്പത്തുമായി ക്രൊയേഷ്യൻ മധ്യനിരയെ നിയന്ത്രിക്കുന്ന ലൂക്ക മോഡ്രിച്ച് തന്നെയാണ് പ്രധാന ആയുധം. എതിരാളികൾക്ക് പോലും ബഹുമാനമുള്ള താരം. Well, Luka is actually an idol for me. The way that not only he played, stayed at the highest level, but also the way that he behaved throughout his career is a big inspiration for me. And I can imagine for almost every football player. So I'm really happy to see that still at his age he's performing
at the level that he is. And I was lucky enough to play against him. റയൽ മാഡ്രിഡിൽ ഒന്നിച്ച് 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയ റൊണാൾഡോയും മോഡ്രിച്ചും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടവീര്യം ഇരട്ടിക്കും. തീപാറുന്ന പോരാട്ടങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ചരിത്രമാണ് രണ്ടു ടീമുകൾക്കും. 10 തവണ ഏറ്റുമുട്ടിയപ്പോൾ 7 വട്ടവും പോർച്ചുഗലാണ് ജയിച്ചത്. തോൽവി ഒരിക്കൽ മാത്രം. ടൊറന്റോ ഒരു ഇതിഹാസ താരത്തിന്റെ വിരമിക്കൽ വേദിയായി മാറുമെന്നുറപ്പാണ്. ക്രിസ്ത്യാനോയോ മോഡ്രിച്ചോ എന്നതാണ് ചോദ്യം. ആരായാലും അത് ഫുട്ബോൾ ചരിത്രത്തിലെ നിറമുള്ള ഏടായി നിലനിൽക്കും. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. നോക്കൌട്ടിലെ ആവേശപ്പോരിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് ഓസ്ട്രിയയെ നേരിടും. തോൽവി അറിയാതെ നോക്കൌട്ടിലെത്തിയ സ്പെയിൻ വിജയം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ്. രാത്രി 12:30 ഇംഗിൾവുഡിലാണ് മത്സരം. രാവിലെ 8:30 നടക്കുന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് അൾജീരിയയെ നേരിടും. ഇരു ടീമുകളും ഏറ്റുമുട്ടിയ 2 തവണയും സ്വിറ്റ്സർലൻഡിനായിരുന്നു ജയം. വാൻകൂവറിലാണ് മത്സരം. ബോസ്നിയയെ കീഴടക്കി ആതിഥേയരായ USA ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് USന്റെ ജയം. ഫ്ലാരിൻ ബലോഗനും മാലിക് ടിൽമാനുമാണ് ഗോൾ നേടിയത്. 32-ാം മിനിറ്റിൽ മെക്കന് നൽകിയ പന്തിൽ നിന്ന് ബലോഗൻ സ്കോർ ചെയ്തുവെങ്കിലും ഓഫ് സൈഡായി. ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബലോഗൻ തന്നെ USനായി അക്കൗണ്ട് തുറന്നു. 64-ാം മിനിറ്റിൽ ബലോഗൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ 10 പേരുമായാണ് US മത്സരം പൂർത്തിയാക്കിയത്. പന്തിനായുള്ള പോരാട്ടത്തിനിടെ ബോസ്നിയൻ താരം മുഹറമച്ചോവിന്റെ കാലിൽ ചവിട്ടത്തിനായിരുന്നു റെഡ് കാർഡ്. വാർ പരിശോധിച്ച ശേഷമാണ് റഫറി തീരുമാനമെടുത്തത്. 82-ാം മിനിറ്റിൽ USന്റെ 2ാം ഗോളെത്തി. ബോക്സിന് പുറത്തു നിന്നുള്ള ഫ്രീ കിക്ക് മാലിക് ടിൽമാൻ വലയിലെത്തിക്കുകയായിരുന്നു. പ്രീ ക്വാർട്ടറിൽ ബെൽജിയമാണ് USന്റെ എതിരാളികൾ. സെനഗലിനെതിരെ നാടകീയ ജയവുമായാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. നിശ്ചിത സമയത്ത് 2-2 സമനില ആയതോടെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിന്റെ അവസാനം ലഭിച്ച പെനാൽറ്റിയാണ് ബെൽജിയത്തെ രക്ഷിച്ചത്. 24-ാം മിനിറ്റിൽ സെനഗൽ ലീഡെടുത്തു. ഹബീബ് ഡയാരയായിരുന്നു സ്കോറർ. 51-ാം മിനിറ്റിൽ സെനഗൽ ലീഡ് 2 ഉയർത്തി. ഇസ്മായിൽ ലാസാർ അത്യുഗ്രൻ ഷോട്ടിലൂടെയാണ് പന്ത് വലയിലെത്തിച്ചത്. മത്സരം സെനഗൽ സ്വന്തമാക്കുമെന്ന് കരുതിയിരിക്കെയാണ് ബെൽജിയം തിരിച്ചടിക്കുന്നത്. 86-ാം മിനിറ്റിലായിരുന്നു ലൂക്കാക്കുവിന്റെ ഗോൾ. 3 മിനിറ്റുകൾക്ക് ശേഷം ടിലേമാൻസ് ബെൽജിയത്തെ ഒപ്പമെത്തിച്ചു. എക്സ്ട്രാ ടൈമിലെ പെനാൽറ്റിയും ടിലേമാൻസാണ് സ്കോർ ചെയ്തത്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ മികവിൽ കോങ്കോയെ മറികടന്നാണ് ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിലെത്തിയത്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് 7-ാം മിനിറ്റിൽ കോങ്കോ സ്കോർ ചെയ്തു. ബ്രയാൻ സിബഗയാണ് കോങ്കോയെ മുന്നിലെത്തിച്ചത്. അതിശക്തമായി പ്രതിരോധിച്ച കോങ്കോയ്ക്കെതിരെ ഹാരി കെയ്ൻ 75-ാം മിനിറ്റിൽ സമനില കണ്ടെത്തി. 86-ാം മിനിറ്റിൽ കെയ്ൻ വീണ്ടും ഗോൾ നേടിയതോടെ നിശ്ചിത സമയത്ത് തന്നെ ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,180, പവന് 1,05,440. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,885, പവന് 87,080. വെള്ളി ഗ്രാമിന് 245, കിലോയ്ക്ക് 2,45,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.